നിന്റെ കുണ്ടി വെച്ചാൽ പോലും ഞങ്ങൾക്ക് പൊള്ളാൻ പോളാം. ഇവരൊരു ഒരു ഇതുണ്ട്. ഇവന്മാര് ഈ തോക്ക് എന്താ പറയാ, ആളെ വെറ്റുന്ന എടുക്കുമ്പോൾ തന്നെ കയറെടുത്തുകൊണ്ട് ഓടുന്ന മാതിരി ഈ മറ്റു മതക്കാരും അതുപോലെ തന്നെ ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മതക്കാരും ഇവരെ പോലെ തന്നെയാണെന്നാണ് വിചാരം. കാരണം അതാ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചാടി പുരിഞ്ഞോ അതിനെതിരായിട്ട് അങ്ങോട്ട് ഇറങ്ങും എന്നുള്ളതാണ്. അതാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു മാറ്റം. അതാണ് കേരളത്തിൽ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത്. നിങ്ങളായിട്ട് തന്നെ വഴി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വരുന്ന ആ ഒരു വിഷുവിന്റെ കേസിൽ ആ പയ്യൻ വന്ന് മാപ്പ് പറഞ്ഞു, അവന് കേസ് എടുത്തു, അവനേതായ പ്രതിഷേധം നടത്തി, അവന്റെ ഹോട്ടൽ പൂട്ടിച്ചു, എല്ലാ കാര്യങ്ങളും നടത്തി, അവന് കിട്ടാനുള്ളത് അവന് മേടിച്ചു കൊടുത്തു. പക്ഷെ അത് ഒരു ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്നത്, അത് എല്ലാ മതക്കാരും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അവൻ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റി ചെയ്തു, അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് എല്ലാവരും പറഞ്ഞു. അത് മത ജാതി പദം മഞ്ഞ പറഞ്ഞു എല്ലാവരും. അപ്പൊ ഇവർക്ക് അതൊന്നും അല്ല പോകണ്ട. ഇവർക്ക് എന്താ വേണ്ടത്? ഒരു പ്രതികാരത്തുള്ള രീതിക്ക് ഇപ്പൊ മുസ്ലിങ്ങളുടെ പെരുന്നാൾ ആശംസകൾ പറഞ്ഞിട്ട് അതിൽ പന്നി വെച്ചേക്കുന്നത്, നീ എന്റെ കുണ്ടി വെച്ചാൽ ഞങ്ങൾക്ക് അതിന് പൊളിയാൻ പോകുള്ളൂ. അതാണ് നീയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഒരു വോട്ട് എന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ബീഫ് പോർക്ക് തിന്നണവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ പോലെ അല്ല. ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഷാപ്പുകളിൽ ഞങ്ങൾക്ക് ഹറാമാണ് ഷാപ്പിൽ പോയി കള്ളു കുടിക്കാണ്ടിരുന്നാൽ മതി. അവിടെ പോയി കള്ളു കുടിക്കണവരോട് കള്ളു കുടിക്കുക. ഇനി കള്ളു കുടിക്കണ്ടെങ്കിൽ അവരുടെ കൂടെ അവർ കള്ളു കുടിച്ചോട്ടെ. ഞങ്ങൾക്ക് അവിടെ തിന്നാൻ കിട്ടുന്ന പോർക്ക് ഒഴി വേറെ എന്തും തിന്നാ, വെള്ളം കുടിക്കുക. ഇതൊക്കെ എല്ലാ കല്യാണം, ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് ഞങ്ങൾ പോക്കുണ്ടാവും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോർക്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് തിന്നണ്ട, അത്രേ ഉള്ളൂ. തിന്നണവര് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് കൂടെ പറഞ്ഞവര് തിന്നും, നമ്മുടെ കൂട്ടുകാർ ഇന്നും, നമ്മുടെ എന്താ പറയാ, നമുക്ക് ബന്ധമുള്ളവർ ഇന്നും, ബന്ധക്കാരും എല്ലാവരും തിന്നുന്ന ആൾക്കാരുണ്ടാവും. അവർ തിന്നോട്ടെ, ഇനി ഞങ്ങൾക്ക് എന്താ? അതാണ് നീ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോ നിന്റെ കുണ്ടിയും വെച്ചാൽ ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു പോസ്റ്റ് ആശംസ പറയാനും ഒരു ഉരുമ്പോട്ടമുള്ള നീ ഉദ്ദേശ കാര്യം ഈ കേരളത്തിൽ വന്ന് തമ്മിൽ തല്ലാനും പോകണം. അപ്പൊ അത് മനസ്സിലാക്കി കൂട്ടെ.